ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. ഇതിനോടകം തന്നെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട സിനിമ സെൻസറിങ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനൊരു പ്രത്യേക പാർട്ടിയുടെയോ അനുയായിയല്ല, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സപ്പോർട്ടറല്ല. എല്ലാവരെയും പോലെ കാശ് കൊടുത്ത് സിനിമ കാണുന്ന, അതേക്കുറിച്ചിട്ട് സ്വന്തമായി അഭിപ്രായം പറയുന്ന നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ പ്രേക്ഷകനാണ് ഞാനും. എമ്പുരാൻ സിനിമ കണ്ടു. മലയാള സിനിമയെ ഹോളിവുഡ് തലത്തിലേക്ക് എഴുതി ചേർക്കുന്ന തരത്തിൽ മികവോടെ പാകപ്പെടുത്തിയ ചിത്രമെന്നാണ് എമ്പുരാനെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. നിരവധി വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നു, വിദേശ താരങ്ങളെ അണിനിരത്തുന്നു. ഒരു വലിയ ക്യാൻവാസിൽ ഈ ചിത്രം പണിതിറക്കാനായിട്ട് അണിയറ പ്രവർത്തകർ 100 പേരുണ്ട്. 100 തരം സിനിമാ പ്രവർത്തകരുണ്ട് ഇതിനകത്ത്. അതിന് നമ്മൾ മറക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ KGF-ഉം ബാഹുബലിയും പുഷ്പയും RR പോലെയൊക്കെയുള്ള കേരളക്കര കീഴടക്കിയ കുറേ സിനിമകൾ നമ്മൾ വന്നുപോയി. മലയാളിയായ ഞാൻ ഒരു സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ പലപ്പോഴും ചിന്തിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തു. ഇതുപോലത്തെ ഒരു പടവും നമ്മുടെ മലയാളത്തിൽ ഇല്ലല്ലോ. അങ്ങനെ ഉള്ളപ്പോഴാണ് വളരെ മികച്ച മേക്കിംഗ് കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും മലയാളം പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയായി എമ്പുരാൻ മാറുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പ്രാദേശിക അഭിമാനമായിട്ടാണ് ഈ ചിത്രത്തെ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ മികവും മോഹൻലാൽ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ പ്രമുഖരായ അഭിനേതാക്കളും പേര് പറയാനോ അറിയത്തോ ഇല്ലാത്ത കുറേയധികം വിദേശത്തു നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ അകത്തുമുള്ള ഒരുപാട് നടന്മാരുമൊക്കെ ചേരുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് പടം കാണുന്ന ഏതൊരു സാധാരണക്കാരനും ഓരോ ഫ്രെയിമും അത്ഭുതങ്ങൾ തരും. എന്നാൽ ഈ സിനിമയുടെ ഇത്തരം നല്ല വശങ്ങൾ കാണാതെ എപ്പോഴോ പറഞ്ഞു പോയിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കേരളത്തിൽ മുഴുവൻ അഭിമാനമാകേണ്ട ഒരു സിനിമയ്ക്കെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ അംഗീകരിക്കാൻ കഴിയില്ല. കാര്യം ഞാനൊരു എൻ്റർടൈനറാണ്, ഞാനൊരു കലാകാരനാണ്. സിനിമയായി കാണാതെ അല്ലാതെ മറ്റ് ചിത്രങ്ങളുമായിട്ടോ ജാതി, മതം, വർഗീയത, രാഷ്ട്രീയം ഇതിനെയൊക്കെ വെച്ചിട്ട് നമ്മളതൊരു വെള്ളിത്തിരയിൽ കണ്ടു തീരുന്ന ഒരു സിനിമ അതിനപ്പുറത്തേക്ക് എന്തിരിക്കുന്നു. സിനിമ കാണുന്നു, നല്ലതാണെങ്കിൽ കൈയടിക്കുന്നു, മോശമാണെങ്കിൽ കൂവി വിളിച്ചിട്ട് തിരികെ പോരുന്നു. പുതിയ പടം വരുന്നു, ആ സമയത്ത് പുതിയ പടത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ആ സിനിമ പോയി കാണുന്നു. നല്ലതാണെങ്കിൽ കൈയടിക്കുന്നു, നല്ല റിവ്യൂകളുണ്ടാകുന്നു, ഇല്ലെങ്കിൽ മോശം കമൻ്റ് ഇടുന്നു, പരിപാടി തീർന്നു. പക്ഷെ ഒരു വലിയ ലഹളകളിലേക്കും ചേരിപ്പോരുകളും ലഹളകൾ പോലെ ഓരോന്നൊക്കെ പൊട്ടി മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ ഒരു മനുഷ്യനെ വേറൊരു തരത്തിൽ കാണും. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കുമുണ്ട്. ഞാൻ ഈ സിനിമയെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് മാത്രമാണ് കാണുക. ഇതൊരു പേഴ്സണൽ അഭിപ്രായമാണേ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്കും അതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ എല്ലാവരും ഒന്നാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഇന്ത്യയാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, ഒരു സിനിമ ഉണ്ടാക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. ആ കഷ്ടപ്പാട് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്നത് അതിനെ അതിൻ്റെ സെൻസിലെടുക്കാനായിട്ട് നമ്മൾ പഠിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. അല്ലെങ്കിൽ മറ്റ് സ്വാർത്ഥമായിട്ടുള്ള ലാഭങ്ങൾ ഏതൊക്കെയോ തരങ്ങളിൽ മനുഷ്യൻ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള വിവാദങ്ങൾ വഴി. അതെന്താണെന്ന് കേൾക്കുന്നവർക്കറിയാം, ഞാനത് പറയേണ്ടതില്ല. കുറച്ച് സമയത്തേക്ക് മറ്റെല്ലാം മറന്ന് ഒരു സിനിമ കാണുന്നു, തിരികെ വരുന്നു. ഒരു പ്രശസ്തനായ വ്യക്തി സിനിമ കണ്ടു, മനോഹരമെന്ന് പറഞ്ഞു. പിന്നീട് ഏതോ സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു അതിനകത്ത് കുറച്ച് പ്രശ്നമുണ്ടെന്ന്. നമ്മൾ ഇതിനകത്തൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ എന്തൊക്കെയോ ലാഭം ആരൊക്കെയോ കാണുന്നുണ്ട്. സോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിനിമയായിട്ട് മാത്രം കാണുക. നമ്മൾ കാണാതിരുന്നു കഴിഞ്ഞാൽ ദൂരം സിനിമകൾ എത്ര തരം പ്രമേയങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു. അത് ഓരോന്നും ഇഴകീറി നമ്മൾ കുത്തി അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിന്നാൽ ഒരു സിനിമയും ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. കാര്യം അത്തരം സിനിമകളാണ് ഇവിടെ വരിക. ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. സിനിമ ഒരു കലയാണ്, കലാരൂപമാണ്. അതൊരു വ്യവസായമാണ്. ഒരുപാട് ആളുകൾ അത് ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ അക്രമങ്ങൾ, ലഹരിയുടെ ഉപയോഗം ഇതൊക്കെ കേരളത്തിൽ ഭയങ്കര കൂടുതലാണ്. ആ സമയത്ത് സിനിമാ പ്രവർത്തകർ അടക്കം, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഒരുപാട് ആൾക്കാർ പറഞ്ഞു സിനിമ സ്വാധീനിക്കുന്നു, സിനിമയിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മദ്യപാനം, അക്രമങ്ങളൊക്കെ സ്വാധീനിക്കുന്നു, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കുറയ്ക്കണം, ഇത്തരം സെൻസർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും പല ആളുകളും പറഞ്ഞു സിനിമ
ആരെയും സ്വാധീനിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നു, സിനിമ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നിസ്സാരമായ ഏതൊക്കെയോ ഡയലോഗുകൾ, ഏതൊക്കെയോ സിറ്റുവേഷൻസ് മുമ്പ് നടന്ന സംശയത്തിനെ വെള്ളപൂശുന്നതാണെന്നുള്ളൊരു ചിന്തയൊക്കെ ആരുടെയൊക്കെയോ മനസ്സിൽ വരുന്നു. ഇപ്പോൾ അവരെയും അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം രണ്ട് വശങ്ങളാണുള്ളത്. കലയെ കലയായി കാണുക. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.